നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഡൽഹി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കട്ടപ്പനയിൽ നടന്ന ബഹുജന സദസ്സ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ കോൺഗ്രസ് BJPയുമായി വോട്ട് കച്ചവടത്തിന് വേണ്ടിയാണ് LDF സർക്കാരിനെ എതിർക്കുന്നതെന്ന് KK ജയചന്ദ്രൻ. കേരളത്തിൽ BJPയുടെ B ടീമായാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നതെന്നും ആരോപണം. മൂന്നാർ പെരിയവര എസ്റ്റേറ്റിലെ ചോലമല ഡിവിഷനിൽ വൻ തീപിടുത്തം. എസ്റ്റേറ്റിലെ 10 മുറിലയത്തിലെ 7 വീടുകൾ പൂർണ്ണമായും ഒരു വീട് ഭാഗികമായും കത്തി നശിച്ചു. വീടുകളിൽ നിന്ന് ആളുകൾ ഓടി രക്ഷപ്പെട്ടതിനാൽ ആളപായം ഒഴിവായി. കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി 12ാം വാർഡ് അംഗം ശോഭനാമ ഗോപിനാഥിനെ തിരഞ്ഞെടുത്തു. കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച ശോഭനാമ കൂറുമാറി LDF പക്ഷത്തെത്തിയത് കഴിഞ്ഞയിടെ. വൈസ് പ്രസിഡന്റായി CPIയിലെ സാലി KTM തിരഞ്ഞെടുക്കപ്പെട്ടു. 5 മാസമായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ആവശ്യപ്പെട്ട് വണ്ടിപ്പെരിയാർ കറുപ്പുപാലത്ത് 90 വയസ്സുകാരിയുടെ വഴിതടയൽ സമരം. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു പ്രതിഷേധം. മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ആവശ്യപ്പെട്ട് സമരം ചെയ്തത് കറുപ്പുപാലം സ്വദേശി പൊന്നമ്മ. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിൽ കോൺഗ്രസ് BJPയുമായി വോട്ട് കച്ചവടത്തിന് വേണ്ടിയാണ് LDF സർക്കാരിനെ എതിർക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ. ഡൽഹി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കട്ടപ്പനയിൽ നടന്ന ബഹുജന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ BJPയുടെ B ടീമായാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നതെന്നും KK ജയചന്ദ്രൻ ആരോപിച്ചു. കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കും സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ മുഖ്യമന്ത്രിയും ജനപ്രതിനിധികളും ഡൽഹിയിൽ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് സംസ്ഥാന വ്യാപകമായി ബഹുജന സദസ്സുകൾ സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു കട്ടപ്പനയിലും പരിപാടി നടത്തിയത്. ഇടുക്കി കവലിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി മിനി സ്റ്റേഡിയത്തിൽ സമാപിച്ചു. പ്രകടനം കട്ടപ്പന മുനിസിപ്പൽ മിനി സ്റ്റേഡിയത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രകടനം അഭിസംബോധന ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് KK ജയചന്ദ്രൻ സംസാരിക്കുന്നതാണ്. തുടർന്ന് നടന്ന സമ്മേളനം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ കോൺഗ്രസ് BJPയുമായി വോട്ട് കച്ചവടത്തിന് വേണ്ടിയാണ് LDF സർക്കാരിനെ എതിർക്കുന്നത്. കേരളത്തിൽ BJPയുടെ B ടീമായി കോൺഗ്രസ് പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്നത് BJPയുടെ B ടീമായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് BJPയുടെ B ടീമാണ്. അവർ ഒരിക്കലും BJPക്കെതിരായി സംസാരിക്കില്ല. കാരണം നിങ്ങൾ നോക്കിക്കേ, ഇന്നലെ കർണാടകത്തിലെ ഗവൺമെന്റ് കോൺഗ്രസ് ഗവൺമെന്റ് അല്ലേ, ആ ഗവൺമെന്റ് അവിടെ സമരമായിരുന്നല്ലോ. ആ സമരത്തിലേക്ക് കേരളത്തിലെ നിന്ന് പോയ ഏതെങ്കിലും ഒരു MP പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. കാരണം പങ്കെടുക്കാൻ BJP വേണം. BJP വേണമെങ്കിൽ ഇലക്ഷൻ വരുമ്പോ കൂട്ടുകെട്ടുകൾ നടക്കുകയാണ്. അതാണ് കാരണം. ഈ കാരണവാദം മനസ്സിലാവില്ല എന്ന ധാരണയിലാണ് കൂറ്റ പാല് കുടിക്കുന്നത് പോലെ പാല് കുടിക്കുന്നതെങ്കിൽ ഇത് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം നല്ലതുപോലെ മനസ്സിലാവും അല്ലേ? VR ശശി പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. MC ബിജു, KY ജോയി, ടോമി ജോർജ്, ടെസിൻ കളപ്പുര, റിജി മുക്കാട്ട്, തങ്കച്ചൻ വാലുമേൽ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ തുടർ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. മൂന്നാർ പെരിയവര എസ്റ്റേറ്റിലെ ചോലമല ഡിവിഷനിൽ വൻ തീപിടുത്തം. എസ്റ്റേറ്റിലെ 10 മുറിലയത്തിലെ 7 വീടുകൾ പൂർണ്ണമായും ഒരു വീട് ഭാഗികമായും കത്തി നശിച്ചു. വീടുകളിൽ നിന്ന് ആളുകൾ ഓടി രക്ഷപ്പെട്ടതിനാൽ ആളപായം ഒഴിവായി. പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മൂന്നാറിലെ പെരിയവര എസ്റ്റേറ്റ് ചോലമല ഡിവിഷനിൽ എസ്റ്റേറ്റ് തൊഴിലാളികൾ താമസിക്കുന്ന 10 മുറിലയത്തിലെ 7 വീടുകളാണ് പൂർണ്ണമായും കത്തി നശിച്ചത്. ഒരു വീട് ഭാഗികമായും കത്തി. ഗൗരി, പഞ്ചവർണം, മീനാക്ഷി, രാധിക, രാജു, പഴനിസ്വാമി, വയലറ്റ് എന്നിവരുടെ വീടുകളാണ് കത്തി നശിച്ചത്.
വീടുകളിൽ ഉറങ്ങുകയായിരുന്ന തൊഴിലാളികളെ ബഹളമുണ്ടാക്കി ഉണർത്തി പുറത്തെത്തിച്ചതിനാൽ ആളപായമുണ്ടായില്ല. ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മൂന്നാർ അഗ്നിശമന കേന്ദ്രത്തിൽ നിന്നും 2 വാഹനങ്ങൾ എത്തിയെങ്കിലും രണ്ടും പ്രവർത്തനരഹിതമായതോടെ 30 കിലോമീറ്റർ അകലെയുള്ള അടിമാലിയിൽ നിന്നുമാണ് അഗ്നിശമന സേനയുടെ വാഹനം എത്തിച്ചതെന്ന് തൊഴിലാളികൾ പറയുന്നു. വില ഉയർന്ന ബ്രിഡ്ജുകൾ അടക്കമുള്ള പൊരുളുകളെല്ലാം നഷ്ടമായിരിക്കുന്നത്. അതേപോൽ இந்த லயத்தில் இருக்கின்ற அனைத்து வீடுகளிலும் முழுமையான பொருள்கள் எல்லாம் நஷ்டப்பட்டிருக்கின்றது. பாவப்பட்ட மக்களுக்கு சர்க்கார் உடனடியாக உதவிகள் செய்து அவர்களை காப்பாற்றுவதற்கான முயற்சி கேரள கவர்மெண்ட் பாகத்திலிருந்து உண்டாக வேண்டும் என்று கேட்டுக்கொள்வதோடு, சரியாக தீப்பிடிக்கின்ற நேரத்தில் ஃபயர் ஃபோர்ஸ் மூணாரினுடைய ஃபயர் ஃபோர்ஸ் இங்கு வந்தாலும் கூட ஃபயர் ரெஸ்கியூ டீமினுடைய அஜாக்கிரதை கொண்டு ஒரு வீடுகள் போக மீதி வீடுகளை காப்பாற்ற முடிகின்ற நிலைமைகள். ஃபர்ஸ்ட் ஃபயர் ஃபோர்ஸ் வண்டி வருகின்ற போது இன்ஜின் ஸ்டார்ட் ஆகாமல் நிற்கவும், இரண்டாவது வண்டிகள் வாகனத்தில் தண்ணீர் இல்லாமல் வந்த காரணத்தினால்தான் இது போன்ற ஒரு சம்பவம் நடந்திருக்கின்றது. எனவே ஃபயர் ஃபோர்ஸினுடைய இந்த நடவடிக்கையை வன்மையாக கண்டிப்பதோடு கூடி ஃபயர் ஃபோர்ஸ் மேல் ஒரு தகுந்த நடவடிக்கை எடுப்பதற்கு உடனடியாக அரசு தயாராக வேண்டும் என்று கேட்டுக்கொள்வதோடு, கம்பெனியினுடைய பாகத்திலிருந்து எல்லாவித உதவிகளும் ചെയ്തതുകൊണ്ട് மீதிയുള്ള 3 വീടുകളെ കാപ്പാറ്റ முடிந்திருக்கின்றது. വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം തീയിൽ കത്തിയമർന്നതായും തൊഴിലാളികൾ പറഞ്ഞു. ഫയർഫോഴ്സിനെ വിളിച്ചിട്ട് ഫയർഫോഴ്സ് എന്താണെങ്കിലും എത്തുമ്പോൾ ഒരു 3/4 മണിക്കൂർ കാണും. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്തി ഫയർഫോഴ്സ്. വന്നപ്പോൾ ഫയർഫോഴ്സ് ഇവിടെ വന്ന് ഓൺ ചെയ്യുക, അവിടെ മോട്ടോർ വർക്കാകുന്നില്ല ഫയർഫോഴ്സിന്റെ. ആ ഫയർഫോഴ്സ് ആ സമയം ശരിയായി ഇരുന്നിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ 2 വീടോടെ കത്തിത്തീർന്നേനെ. പക്ഷെ അത് കഴിഞ്ഞുകൊണ്ട് 7 വീട് മൊത്തം കത്തിപ്പോയി. അപ്പോൾ ഫയർഫോഴ്സ് ഞങ്ങൾ വിളിക്കുമ്പോഴേ പറയുന്നു വലിയ വണ്ടി ഇങ്ങോട്ട് കയറും, നേരത്തെ ഇതിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും അവർ ചെറിയ വണ്ടി അങ്ങോട്ട് അയച്ചു വിട്ടു. അത് ശരിക്കും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ. ഇതിനു മുമ്പ് മൂന്നാറിൽ കർണാറിൽ ഇങ്ങനെ തീ കത്തിയപ്പോൾ അവിടെ ചെന്ന വണ്ടിക്ക് വെള്ളമില്ല എന്ന് പറഞ്ഞ ഒരു പരാതിയാണ് വന്നിരിക്കുന്നത്. ശരിക്കും ഫയർഫോഴ്സിന്റെ തെറ്റുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ആ സമയം എല്ലാം രക്ഷിക്കാൻ നോക്കിയപ്പോൾ അവർ വന്ന അടുത്ത വലിയ വണ്ടി വരുന്ന മുമ്പ് 1 മണിക്കൂർ കഴിഞ്ഞു. അതിലെ മൊത്തം വീട് കത്തിപ്പോയത്. എസ്റ്റേറ്റിലെ തൊഴിലാളികൾ കൃത്യസമയത്ത് ഇടപെട്ട രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയത് തുണയായി. ബഹളമുണ്ടാക്കി തീ പടർന്നുകൊണ്ടിരുന്ന വീടുകളിൽ നിന്നും ആളുകളെ പുറത്ത് എത്തിച്ചതുമൂലമാണ് വൻ ദുരന്തം ഒഴിവായത്. KDHP കമ്പനി അധികൃതർ സ്ഥലത്തെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു. കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി 12ാം വാർഡ് അംഗം ശോഭനാമ ഗോപിനാഥിനെ തിരഞ്ഞെടുത്തു. കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച ശോഭനാമ കഴിഞ്ഞയിടെയാണ് കൂറുമാറി LDF പക്ഷത്തെത്തിയത്. വൈസ് പ്രസിഡന്റായി CPIയിലെ സാലി KTM തിരഞ്ഞെടുക്കപ്പെട്ടു. ഏറെ നാടകീയതകൾക്കൊടുവിലാണ് കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ LDF ഭരണസമിതി അധികാരത്തിലേറിയത്. NDA അംഗത്തിന്റെ പിന്തുണയിൽ ഭരിച്ചിരുന്ന UDF ഭരണസമിതിയെ കോൺഗ്രസ് അംഗമായ ശോഭനാമയുടെ പിന്തുണയോടെ LDF അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കുകയായിരുന്നു. LDF 8, UDF 8, NDA 1 എന്നതായിരുന്നു പഞ്ചായത്തിലെ കക്ഷിനില. ശോഭനാമ കൂറുമാറിയതോടെ UDFന്റെ അംഗബലം 7 ചുരുങ്ങി. തുടക്കത്തിൽ NDA അംഗം ഒരു മുന്നണിയെയും പിന്തുണയ്ക്കാതിരുന്നതിനാൽ നറുക്കെടുപ്പിലൂടെ LDF അധികാരത്തിലെത്തുകയായിരുന്നു. പിന്നീട് NDA അംഗത്തിന്റെ പിന്തുണയോടെ LDF ഭരണസമിതിയെ പുറത്താക്കി. UDF ഭരണം പിടിച്ചെടുത്തു. NDA അംഗം വൈസ് പ്രസിഡന്റ് ആവുകയും ചെയ്തു. തുടർന്ന് 2 തവണയാണ് LDF അവിശ്വാസം കൊണ്ടുവന്നത്. ആദ്യ തവണ വിജയിച്ചില്ല. കഴിഞ്ഞ തവണ കോൺഗ്രസ് അംഗത്തിന്റെ പിന്തുണയോടെ UDFനെ പുറത്താക്കുകയായിരുന്നു. ഇതോടെ കൂറുമാറിയെത്തിയ അംഗത്തിന് പ്രസിഡന്റ് പദവിയും LDF നൽകി. വോട്ടെടുപ്പിൽ NDA അംഗത്തിന്റെ വോട്ട് ഇത്തവണയും UDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചു. മുന്നണി ധാരണ പ്രകാരമാണ് KT സാലി വൈസ് പ്രസിഡന്റായത്. ഇത്തവണ ആദ്യം LDF ഭരണസമിതി അധികാരമേറ്റപ്പോഴും സാലിയായിരുന്നു വൈസ് പ്രസിഡന്റ്. 5 മാസമായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ആവശ്യപ്പെട്ട് വണ്ടിപ്പെരിയാർ കറുപ്പുപാലത്ത് 90 വയസ്സുകാരിയുടെ വഴിതടയൽ സമരം. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു പ്രതിഷേധം. കറുപ്പുപാലം സ്വദേശി പൊന്നമ്മയാണ് മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ആവശ്യപ്പെട്ട് സമരം ചെയ്തത്. അടുപ്പ് പുകയാനുള്ള അവസാന വഴിയും അടഞ്ഞതോടെയാണ് ഈ അമ്മ ഇത്തരമൊരു പ്രതിഷേധത്തിലേക്ക് കടന്നത്. 5 മാസമായി പെൻഷൻ മുടങ്ങിയിട്ട് അയൽവാസികളുടെ കാരുണ്യം കൊണ്ടാണ് മരുന്നും ഭക്ഷണവും ഇതുവരെ മുടങ്ങാതിരുന്നത്. കൂലിത്തൊഴിലാളിയായ മകൻ മായന് ആഴ്ചകളായി പണിയുമില്ല. മരുന്ന് മേടിക്കാനുള്ള കാശാണ് ഈ പെൻഷൻ എന്ന് പറയുന്നത്. അത് ഇപ്പോൾ തുലത്തെരുവായിട്ട് ആർക്കും കിട്ടാറില്ല. 5 മാസമായിട്ട് കിട്ടുന്നില്ല. പണിയും കുറവ്. പിന്നെ ജീവിക്കാൻ നിവൃത്തിയില്ല. മുഖ്യമന്ത്രി ഇടപെട്ട് അമ്മമാരുടെ കഷ്ടം തീർക്കണം, അമ്മമാരുടെ അച്ഛന്മാരുടെയും കഷ്ടം തീർക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. വേറെ അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇനി തെണ്ടിയല്ലാതെ വേറെ നിവൃത്തിയില്ല. തെണ്ടിയാൽ പോലും 1 രൂപ ഇടാനായിട്ട് ജനങ്ങളുടെ കയ്യിലും കാശില്ല.
സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം നിലച്ചതിനൊപ്പം വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്തിയെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തതാണ് പൊന്നമ്മയുടെ പെൻഷൻ മുടങ്ങാൻ കാരണം. സംഭവം മാധ്യമങ്ങളിൽ വാർത്തയായതോടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പൊന്നമ്മയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. കോൺഗ്രസ് പ്രവർത്തകർ വീട്ടിലെത്തി 1 മാസത്തെ പെൻഷൻ തുകയും ഭക്ഷ്യക്കിറ്റും കൈമാറി. മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ പൂർണ്ണമായി ലഭിച്ചാൽ മാത്രമേ ഈ കുടുംബത്തിന്റെ ദുരിതത്തിന് ശാശ്വത പരിഹാരമാകുകയുള്ളൂ. ഓട്ടോറിക്ഷയിൽ മീറ്റർ ഘടിപ്പിക്കുന്നതിനായി സർക്കാർ ഫീസിന് പുറമെ അധിക തുക ഈടാക്കുന്നതിനെ ചൊല്ലി ലീഗൽ മെട്രോളജി വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ തൊടുപുഴയിൽ പ്രതിഷേധം. ഓട്ടോറിക്ഷ തൊഴിലാളികളും പൊതുജനങ്ങളും പ്രതിഷേധിച്ചതോടെ മീറ്റർ ഘടിപ്പിക്കൽ ഏറെ സമയം വൈകി. 2 മണിക്കൂറിനിടെ 7000 രൂപയാണ് ഇത്തരത്തിൽ സർക്കാർ ഫീസിന് പുറമെ പിരിച്ചെടുത്തത്. ഓട്ടോറിക്ഷയിൽ മീറ്റർ ഘടിപ്പിക്കുന്നതിന് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ഫീസ് 170 രൂപയാണ്. ഇതിന് പുറമെയാണ് രേഖകൾ നൽകാതെ ഒരു ഓട്ടോറിക്ഷയ്ക്ക് 70 രൂപ വീതം ഉദ്യോഗസ്ഥർ പിരിച്ചെടുക്കുന്നത്. 100 ഓട്ടോറിക്ഷയിൽ നിന്നായി ഇത്തരത്തിൽ പ്രതിദിനം 7000 രൂപ പിരിച്ചെടുക്കുന്നുണ്ട്. ഈ നടപടിയെ ചോദ്യം ചെയ്തതാണ് ബഹളത്തിനിടയാക്കിയത്. കേരള ലീഗൽ മെട്രോളജി എൻഫോഴ്സ്മെന്റിലെ 2012 റൂളിൽ പറഞ്ഞിട്ടുണ്ട് 19(3) പ്രകാരം ഈ ഓട്ടോറിക്ഷ ഉദ്യോഗസ്ഥർക്ക് തൊഴിലാളികൾക്ക് സ്വന്തമായിട്ട് കമ്പ്യൂട്ടറാന്ന് പറയുന്നുണ്ട്. അത് തന്നെയാണ് ഞാനിപ്പോ പറഞ്ഞത്. അപ്പൊ ഇത് എന്ത് അപ്പൊ സാറിവിടെ പബ്ലിക്കായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ടോ? ഈ അറ്റകുറ്റപ്പണികൾ ഇല്ലാത്ത അളവുതൂക്ക ഉപകരണങ്ങൾ അല്ലെങ്കിൽ മീറ്റർ ഇവർക്ക് സ്വന്തമായിട്ട് കെട്ടാൻ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നടപ്പാക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് അടിച്ചേൽപ്പിക്കുന്ന നിലപാട് ശരിയല്ല. ഞാനും പബ്ലിക്കായിട്ട് പറഞ്ഞത് ഇത് കൊള്ളയത്. ഈ 70 രൂപ വെറും കൊള്ളേ സാറേ. ഈ 70 രൂപ കൊള്ളയത്. ഞങ്ങൾ പൈസ തരാൻ തയ്യാറാ. അപ്പൊ നിങ്ങൾ കൂടുതൽ പൈസ വാങ്ങിക്കുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ നിങ്ങൾ കെട്ടാത്തത്. അല്ലെങ്കിൽ കെട്ട്, നിങ്ങൾ കെട്ടിക്കോ. നിങ്ങൾ കെട്ട് ഞങ്ങൾ പൈസ തരാൻ തയ്യാറാ. പിന്നെ അന്ന് കെട്ടുന്നേ, അന്ന് കെട്ട പിന്നെ എന്നാ താമസം. നിങ്ങൾ പറയുന്ന പൈസ ഞങ്ങൾ വർഷം തരണ്ട. ഞങ്ങൾ എല്ലാവർക്കും ഞങ്ങൾക്ക് അനുമതിക്കണം. ഇതുകൊണ്ട് ഒരു പൈസ ഞങ്ങളില്ലാതെ ഞങ്ങൾ 20,000 മുകളിലാണ് ഇത് ഒരു വർഷത്തിലേക്ക് ഒരു വണ്ടിക്ക്. മീറ്റർ ഘടിപ്പിക്കുന്ന ഏജന്റുമാർ 10 സെന്റിമീറ്റർ വീതം നീളമുള്ള നൂൽക്കമ്പി എത്തിച്ച ഇതുപയോഗിച്ചാണ് മീറ്റർ ഓട്ടോയിൽ ഘടിപ്പിക്കുന്നത്. ഈ നൂൽക്കമ്പിക്കുള്ള ചിലവ് എന്ന രീതിയിലാണ് 70 രൂപ ഈടാക്കുന്നത്. മറ്റു പല ജില്ലകളിലും മീറ്റർ സ്വന്തം നിലയിൽ ഘടിപ്പിച്ച ശേഷമാണ് പരിശോധനാ ദിവസം ഡ്രൈവർമാർ ഓട്ടോറിക്ഷ എത്തിക്കുന്നതെന്നും പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി. അപ്പോൾ ലീഗൽ മെട്രോളജി എൻഫോഴ്സ്മെന്റ് 2012 റൂളിൽ പ്രകാരം 19(3) പറഞ്ഞിരിക്കുന്നത് ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് സ്വന്തമായിട്ട് ഈ ഓട്ടോറിക്ഷയുടെ അളവുതൂക്ക ഉപകരണങ്ങൾ സ്വന്തമായിട്ട് കൊണ്ടുവന്ന ആർക്കും സ്വന്തമായി ഈ കമ്പി കെട്ടി ഇവർക്ക് ഇവിടെ കൊണ്ടുവന്ന് കുതിരയും ഈ കാലാകാലങ്ങളിൽ വന്ന ഉദ്യോഗസ്ഥന്മാർ ഒന്നും ഈ കാര്യങ്ങൾ ഓട്ടോറിക്ഷക്കാർ പറയുന്നില്ല. അവർ 70 രൂപ കൊടുക്കാൻ പറയുന്നു, 70 രൂപ മേടിക്കുന്നു. ഇവർ പറഞ്ഞ ഇവർക്കൊരു സർക്കുലർ ഉണ്ട് എന്നാണ്. സർക്കുലർ ഈ സർക്കുലർ പറഞ്ഞിട്ടുണ്ട് അളവുതൂക്ക ഉപകരണങ്ങൾ കറക്റ്റാണെങ്കിൽ ഇവർക്ക് അത് നേരാമണം പതിച്ചു കൊടുക്കണം. റിപ്പയർ ആവശ്യമുള്ളത് മാത്രമേ റിപ്പയർമാരെ കൊണ്ട് ചെയ്യിക്കാവുന്ന ഒരു ബോർഡുണ്ട്. ഈ ബോർഡ് പോലും ഇവിടെ പ്രദർശിപ്പിച്ചു വെച്ചിട്ടില്ല. ഇവർ പറയുന്നത് ഇവരെ അടിച്ചേൽപ്പിക്കുകയാണ്. പിന്നെ പൊതുജനം കരുത എന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു. ഇത് നിർത്തലാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ഇത് സർക്കുലർ മാത്രമാണ് ഇവർ പ്രാധാന്യം കൊടുക്കുന്നത്. 70 രൂപ മേടിക്കുന്നത് ചെറിയൊരു കമ്പനി കൊണ്ട് 70 രൂപ വാങ്ങുന്നവർ. മാസത്തിൽ 2 ദിവസം രാവിലെ 10 മുതൽ 12 വരെയാണ് തൊടുപുഴ താലൂക്ക് തല മീറ്റർ ഘടിപ്പിക്കൽ നടക്കുന്നത്. ഒരു ദിവസം 100 ഓട്ടോറിക്ഷയിലാണ് മീറ്റർ ഘടിപ്പിക്കുക. അനധികൃത പണപ്പിരിവിനും ഉദ്യോഗസ്ഥരുടെ ധാർഷ്ട്യത്തിനുമെതിരെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയുമെന്ന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ ആവർത്തിച്ചുള്ള പ്രസ്താവന ഭീതിയിൽ കഴിയുന്ന 40 ലക്ഷം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് മുല്ലപ്പെരിയാർ സമരസമിതി കൺവീനർ ഷാജി പി ജോസഫ്. പ്രസ്താവന മന്ത്രി പിൻവലിക്കണം. കഴിഞ്ഞ ദിവസം നടന്ന ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത മന്ത്രിക്ക് ഉത്തരം മുട്ടിയതാണ് പുതിയ ഡാം പണിയുമെന്ന പ്രസ്താവനയുമായി രംഗത്ത് വരാൻ കാരണമെന്നും ഷാജി പി ജോസഫ് ആരോപിച്ചു. പ്രതിപക്ഷ MLA ആയിരുന്നപ്പോൾ ചപ്പാത്തിലെ സമരപ്പന്തലിൽ 8 ദിവസം നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ചയാളാണ് റോഷി അഗസ്റ്റിൻ. അധികാരത്തിലെത്തുകയും ജലവിഭവ വകുപ്പ് തന്നെ കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടും മുല്ലപ്പെരിയാറിൽ ഡാം പണിയാൻ ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല.
കഴിഞ്ഞ ദിവസം നടന്ന ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത മന്ത്രിക്ക് ഉത്തരം മുട്ടിയതാണ് പുതിയ ഡാം പണിയുമെന്ന പ്രസ്താവനയുമായി മന്ത്രി രംഗത്ത് വരാൻ കാരണമെന്ന് സമരസമിതി കൺവീനർ ഷാജി പി ജോസഫ് ആരോപിച്ചു. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയുമെന്നുള്ള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ്റെ ഒരു പ്രസ്താവന കഴിഞ്ഞ 2 ആഴ്ചക്കാലങ്ങൾക്ക് മുമ്പ് ദൃശ്യമാധ്യമങ്ങളും വാർത്താമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതും നമ്മളെല്ലാവരും കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ തീരദേശത്തുള്ളവർ വളരെ ആവേശത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. എന്നാൽ കഴിഞ്ഞ സംസ്ഥാന ബഡ്ജറ്റിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ടുകളെക്കുറിച്ചോ മറ്റ് അനുബന്ധ നടപടികളെക്കുറിച്ചോ ഒരു പ്രഖ്യാപനവും ബഡ്ജറ്റ് പ്രവേശനം ഉണ്ടായില്ല എന്നുള്ള ഖേദകരമായ ഒരു സാഹചര്യത്തെ മുല്ലപ്പെരിയാർ സമരസമിതി ശക്തമായി അപലപിക്കുകയാണ്. ഒപ്പം 2006 മുതൽ ചപ്പാത്തിൽ നടന്ന മുല്ലപ്പെരിയാർ മഹാപ്രക്ഷോഭത്തിൻ്റെ അവസാന നാളുകളിൽ തുടർ നിരാഹാര സമരം നടത്തിയപ്പോൾ ഏതാണ്ട് 8 ദിവസത്തോളം കാലം ചപ്പാത്ത് സമരപ്പന്തലിൽ വന്ന് നിരാഹാരമനുഷ്ഠിച്ചിട്ട് പോയ ജനപ്രതിനിധിയായിരുന്നു ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിൻ. അദ്ദേഹമാണ് ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന ക്യാബിനറ്റിലെ ജലമന്ത്രിയായിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു സാഹചര്യത്തിലാണ് ദുരന്തപൂർണമായൊരവസ്ഥയിലും ജനങ്ങളെ ഇത്തരത്തിൽ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി മന്ത്രിയും ക്യാബിനറ്റും മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധയോടെ കാണേണ്ട ഒരു സാഹചര്യമുണ്ട്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയാൻ എന്തെങ്കിലും ചെയ്തുവെന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. മുല്ലപ്പെരിയാർ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം തേടിയുള്ള എല്ലാ പ്രവർത്തനത്തിലും സമരസമിതി സഹകരിക്കുമെന്നും ഷാജി പി ജോസഫ് പറഞ്ഞു. സംസ്ഥാനത്തെ ചെറുകിട കർഷകരെ സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തരമായി കർഷക സംരക്ഷണ കമ്മീഷനെ നിയമിക്കണമെന്ന ആവശ്യവുമായി ചെറുകിട കർഷക ഫെഡറേഷൻ രംഗത്ത്. കർഷകരുടെ ജീവിതം പ്രതിസന്ധിയിലായ ഘട്ടത്തിൽ കമ്മീഷനെ ഉടൻ നിയമിക്കണമെന്ന് ഫെഡറേഷൻ പ്രസിഡന്റ് YC സ്റ്റീഫൻ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വിളകളുടെ വിലയിടിവിനെ തുടർന്നും വില നശിച്ചും താങ്ങുവില പോലും ലഭിക്കാതെ കടക്കണിയിൽപ്പെട്ട് ആത്മഹത്യയുടെ വക്കിലെത്തിയ കർഷകരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബജറ്റിൽ കർഷകർക്കായി ചില നാമമാത്രമായ പ്രഖ്യാപനങ്ങളല്ലാതെ മറ്റൊന്നുമില്ല. വർഷം മുഴുവൻ പണിയെടുത്തിട്ടും ആണ്ടറുതിയിൽ കടക്കണിയും ജപ്തി നോട്ടീസും ബാക്കിയാകുന്ന ചെറുകിട കർഷകരുടെ അവസ്ഥ പഠിക്കാൻ സർക്കാർ തയ്യാറാകണം. റബ്ബർ, കുരുമുളക്, ഏലം, തേയില, പഴം, പച്ചക്കറികൾ, കിഴങ്ങുവർഗ കൃഷികൾ, നാളികേരം, അടയ്ക്ക തുടങ്ങിയ സുഗന്ധവ്യഞ്ജന കൃഷി ചെയ്യുന്ന കർഷകർക്ക് പോലും താങ്ങുവിലയോ ന്യായവിലയോ ലഭിക്കുന്നില്ല. കാലാവസ്ഥാ വ്യതിയാനം കൃഷിനാശം ഉണ്ടാക്കുന്നു. വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നതെന്നും ചെറുകിട കർഷക ഫെഡറേഷൻ ഭാരവാഹികൾ പറഞ്ഞു. പ്രത്യേകിച്ച് റബ്ബർ, കുരുമുളക്, ഏലം, തേയില തുടങ്ങിയ പഴം, പച്ചക്കറി കൃഷികൾ എന്ന് വേണ്ട മറ്റു മിക്ക സാധാരണ കർഷകരും ചെയ്യുന്ന കൃഷികളൊക്കെ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുകയാണ്. താങ്ങുവിലയില്ല, ന്യായവില കിട്ടുന്നില്ല, എന്ത് ചെയ്യണമെന്നറിയാതെ അവർ വിഷമിക്കുന്ന ഒരവസരമാണ്. ഈ അവസരത്തിൽ കർഷകരെ ന്യായമായി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റാണ്. ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റെയും സംസ്ഥാന ഗവൺമെൻറ്റെയും ബജറ്റ് കേരളത്തിലെ കർഷകർ ആശയോട് കാത്തിരുന്നതാണ്. പക്ഷേ ആകെ ബജറ്റിലെ 2% പോലും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ മാറ്റിവെച്ചിട്ടുണ്ടെന്നാണ് ഏറ്റവും ദുഃഖകരമായ അവസ്ഥ. ഇതിൽ നിന്നും കർഷകരെ സംരക്ഷിച്ചേ മതിയാവും. മറ്റൊന്ന്, കാലാവസ്ഥയും കാട്ടുമൃഗങ്ങളും കൃഷിക്കാരുടെ കൃഷി മുഴുവൻ കൊച്ചൂടും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാട്ടുമൃഗങ്ങളാൽ കൊല ചെയ്യപ്പെടുന്ന കർഷകരുടെ മനുഷ്യരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നാൾക്ക് നാളിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരുന്ന ഈ പരിസ്ഥിതിയിൽ നിന്നും കർഷകരെ രക്ഷിക്കുകയും മരണത്തിൽ അകപ്പെടുന്ന കർഷകന് അവൻ്റെ കുടുംബം സംരക്ഷിക്കാനായ ജീവനാംശം വർദ്ധിപ്പിക്കുകയും ചെയ്യണം. വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെയും ചത്തൊടുങ്ങുന്ന വളർത്തുമൃഗങ്ങളുടെയും എണ്ണം വർദ്ധിക്കുകയാണ്. വിളനാശമുണ്ടാകുന്ന കർഷകർക്ക് കൂടുതൽ ജീവനാംശം നൽകണം. കർഷകന്റെ കൈവശ ഭൂമി കയ്യേറ്റമായി ചിത്രീകരിക്കാനാണ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. വാർത്താ സമ്മേളനത്തിൽ ഫെഡറേഷൻ പ്രസിഡന്റ് YC സ്റ്റീഫൻ, രാജേന്ദ്രൻ മാരിയിൽ, ജോയി മൂലേക്കാട്ട് എന്നിവർ പങ്കെടുത്തു. ഉൽപാദന, സേവന, പശ്ചാത്തല മേഖലകൾക്ക് മുൻതൂക്കം നൽകി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ 2024-25 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. വളർന്നുവരുന്ന സാമ്പത്തിക സ്രോതസ് എന്ന നിലയിൽ ടൂറിസത്തിന് കൂടുതൽ പരിഗണനയാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി ജോളി ബജറ്റ് അവതരിപ്പിച്ചു. 2024-25 വർഷം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ 29,86,35,460 രൂപ വരവും 29,56,35,460 രൂപ ചെലവും 30 ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ്
ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി ജോളി അവതരിപ്പിച്ചത്. കാർഷിക ആരോഗ്യ മേഖലകൾക്ക് വേണ്ടി അടുത്ത സാമ്പത്തിക വർഷം വ്യത്യസ്തങ്ങളായ പദ്ധതികൾക്ക് വേണ്ടിയാണ് തുക വകയിരുത്തിയിരിക്കുന്നത്. വളർന്നുവരുന്ന സാമ്പത്തിക സ്രോതസ് എന്ന നിലയിൽ ടൂറിസം രംഗത്തിനു വേണ്ടി നവീനമായ ആശയങ്ങൾക്ക് തുക ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാറിവരുന്ന സാമൂഹിക പശ്ചാത്തലത്തിൽ ശുചിത്വം, മാലിന്യ നിർമ്മാർജ്ജനം എന്നിവയ്ക്ക് വേണ്ടിയും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. മുന്നിരിപ്പ് 14,65,960 രൂപ. നികുതിയേതര വരവുകൾ 1,69,47,500 രൂപ. ജനറൽ പർപ്പസ് ഫണ്ട് 1,56,57,000 രൂപ. റവന്യൂ ഗ്രാൻറ്റുകൾ പദ്ധതി ചെലവുകൾക്കായി 19,78,57,960 രൂപ. ഇതര റവന്യൂ ഗ്രാൻറ്റ് പദ്ധതിയേതര ചെലവുകൾക്കായി 6,50,00,000 രൂപ. മൂലധന വരവുകൾ 6,86,36,800 രൂപ. വായ്പ ഒഴികെ മൂലധന വരവുകൾ 5,36,36,800 രൂപ. ആകെ വരവ് പ്രാരംഭ ബാക്കിയും ചേർന്ന് 29,86,35,460 രൂപ. അനിവാര്യ ചുമതലകൾക്കുള്ള റവന്യൂ ചെലവ് 2,23,77,500 രൂപ. പദ്ധതി ചെലവുകൾ റവന്യൂ ഗ്രാൻറ്റിൽ നിന്നുള്ളത് 19,78,57,960 രൂപ. മൂലധന ചെലവുകൾ 1,40,00,000 രൂപ. ആകെ ചെലവുകൾ 29,56,35,460 രൂപ. 24-25 വർഷത്തേക്കുള്ള നീക്കിബാക്കിയായിട്ട് 30,00,000 രൂപ. ബജറ്റ് അവതരണത്തിന് ശേഷം വിശദമായ ചർച്ചയും നടന്നു. ചില പദ്ധതികൾക്ക് പണം കുറഞ്ഞുപോയെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാൻ ബജറ്റിൽ 50 ലക്ഷം രൂപ മാറ്റിവെച്ചത് മുഴുവൻ അംഗങ്ങളും സ്വാഗതം ചെയ്തു. ചർച്ചകൾക്ക് ശേഷം ബജറ്റ് ഏകകണ്ഠേന പാസാക്കി. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ 24-25 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് ഇവിടെ ഐക്യകണ്ഠേന ചർച്ച ചെയ്ത് പാസാക്കിയിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തിൻ്റെ സമസ്ത മേഖലയെ സ്പർശിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ ബഡ്ജറ്റ് തയ്യാറാക്കിയത്. പശ്ചാത്തല മേഖലയിൽ, വികസന മേഖലയിൽ, അതുപോലെ തന്നെ ജനക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ബഡ്ജറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിനായി ഈ സാമ്പത്തിക വർഷത്തിൽ 50 ലക്ഷം രൂപയാണ് നമ്മൾ വകയിരുത്തുന്നത്. നമുക്കറിയാം, ഈ 45 വർഷം പഴക്കമുള്ള ഈ ഓഫീസ് കെട്ടിടത്തിലെ പരിമിതികൾ കുറച്ചുകൂടി മാറ്റുന്നതിന് വേണ്ടി ഈ വർഷത്തെ ബഡ്ജറ്റിൽ തുക മാറ്റിവെച്ചത് ഈ വർഷത്തെ ഒരു മുഖ്യ ഘടകമായി തന്നെ കാണുകയാണ്. അതുപോലെ തന്നെ 29,86,35,460 രൂപ വരവും 29,56,35,460 രൂപ ചെലവും പ്രതീക്ഷിച്ച്, അതുപോലെ തന്നെ 30 ലക്ഷം രൂപ മിച്ചവും വരുന്ന ഒരു സമ്പൂർണ്ണ ബജറ്റാണ് ഈ വർഷം നമ്മളിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് അധ്യക്ഷനായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ തങ്കമണി സുരേന്ദ്രൻ, ബിന്ദു മധുക്കുട്ടൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ഇടുക്കി ജില്ലാ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ വാർഷിക സമ്മേളനം ഫെബ്രുവരി 11 കട്ടപ്പനയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേമനിധി ബോർഡിന്റെ പിടിപ്പുകേട് മൂലം ആനുകൂല്യങ്ങളെല്ലാം മുടങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിലാണ് സമ്മേളനം നടക്കുന്നത്. 11-ാം തീയതി രാവിലെ 10 മണി മുതൽ കട്ടപ്പന ടൗൺ ഹാളിൽ വെച്ചാണ് സമ്മേളനം നടക്കുക. തൊഴിലാളികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പെൻഷൻ 12 മാസമായി മുടങ്ങിക്കിടക്കുകയാണ്. വിവാഹ ധനസഹായം, പ്രസവ ആനുകൂല്യങ്ങൾ, ചികിത്സാ ധനസഹായം, മാരകരോഗ ചികിത്സാ ധനസഹായം, തൊഴിലാളികളുടെ കുട്ടികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വിദ്യാഭ്യാസ ആനുകൂല്യം തുടങ്ങിയവ മുടങ്ങിയിട്ടും വർഷങ്ങൾ പിന്നിടുന്നു. ഇത്തരം പ്രശ്നങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇപ്പോഴും 2014 വെച്ച കെട്ടിടത്തിന് നോട്ടീസ് കൊടുത്തെന്ന് പറഞ്ഞ് ഈ അടുത്ത ദിവസം ഒരാൾ പരാതി പറയുന്നത് കേട്ട്. അപ്പോൾ ഇത് പിരിക്കാതെ കിടക്കുകയാണ്. ഈ പണം പിരിച്ചാൽ ഈ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് ഒരു തടസ്സവും ഇല്ല. സർക്കാരിൻ്റെ 1 രൂപ പോലും ഈ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് ഇല്ല. യാതൊരുവിധ ആനുകൂല്യങ്ങളും സർക്കാരിൻ്റെ ഇല്ല. വളരെ കറക്റ്റായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ബോർഡാണ്. തൊഴിലാളികളെ സംബന്ധിച്ച് തൊഴിലാളിയുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് ഏത് പാർട്ടി ഭരിക്കുന്നില്ല. സ്വന്തം പാർട്ടി ഭരിച്ചാൽ പോലും കരയുന്ന കുഞ്ഞിനെ പാല് കിട്ടുന്ന സ്ഥിതിയാണ് നമ്മുടെ എല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ആയതുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു സമരം നടത്തണം എന്നുള്ള തീരുമാനമാണ് ഞങ്ങൾക്കുള്ളത്. ഫെബ്രുവരി 17-18 തീയതികളിൽ തിരുവനന്തപുരത്ത് ചേരുന്ന നിർമ്മാണ തൊഴിലാളി സംസ്ഥാന ഫെഡറേഷൻ യോഗവും 18 നടക്കുന്ന AITUC സംസ്ഥാന ജനറൽ കൗൺസിൽ യോഗവും സമരപരിപാടികൾക്ക് അന്തിമ രൂപം നൽകും. സമ്മേളനത്തിൽ AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് വാഴൂർ സോമൻ MLA,
ജില്ലാ സെക്രട്ടറി GN ഗുരുനാഥൻ, വെയർഹൌസിംഗ് കോർപ്പറേഷൻ ചെയർമാൻ P മുത്തുപ്പാണ്ടി, AITUC പീരുമേട് സെക്രട്ടറി VR ബാലകൃഷ്ണൻ, കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് PK സദാശിവൻ തുടങ്ങിയ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ യൂണിയൻ ജനറൽ സെക്രട്ടറി TR ശശിധരൻ, AITUC സംസ്ഥാന ജനറൽ കൗൺസിൽ അംഗങ്ങളായ രഘു കുന്നുംപുറം, G മോഹനൻ, ജില്ലാ കൗൺസിൽ അംഗങ്ങളായ ലീലാമ്മ വിജയപ്പൻ, സുമാ തങ്കപ്പൻ, ജിത്തു വെളുത്തെടുത്ത്, KK സുശീലൻ എന്നിവർ പങ്കെടുത്തു. ദേശീയ വിരവിമുക്ത ദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് വിരഗുളികകൾ വിതരണം ചെയ്തു. കട്ടപ്പന ബ്ലോക്ക് തല ഉദ്ഘാടനം ഉപ്പതറയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MT മനോജ് നിർവഹിച്ചു. ആരോഗ്യമുള്ള സമൂഹത്തെ കെട്ടിപ്പടുത്താൻ കുട്ടികളെ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫെബ്രുവരി 8 ദേശീയ വിരവിമുക്ത ദിനമായി ആചരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഓരോ വിദ്യാർത്ഥികൾക്കും വിരഗുളികകൾ വിതരണം ചെയ്തു വരികയാണ്. ജില്ലാ ഭരണകൂടം, വിദ്യാഭ്യാസ വകുപ്പ്, സാമൂഹ്യനീതി വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെ ആരോഗ്യ വകുപ്പിന്റെയും ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെയും നേതൃത്വത്തിലാണ് ദിനാചരണ പരിപാടി നടത്തുന്നത്. കട്ടപ്പന ബ്ലോക്ക് തലത്തിലെ പരിപാടി ഉപ്പതറ സെന്റ് ഫിലോമിന സ്കൂളിലാണ് സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MT മനോജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിര വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിളർച്ച പോലുള്ള അസുഖങ്ങളുണ്ടാവും അല്ലേ? ആരോഗ്യകരമായിട്ടുള്ള ജീവിതം നയിക്കാൻ പറ്റുമോ? പഠിത്തത്തിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ? ക്ഷീണമുണ്ടാകും ഇല്ലേ? ആരോഗ്യകരമായിട്ട് നമുക്ക് വളരാൻ പറ്റിയില്ല, നമുക്ക് ശരിയായിട്ടുള്ള വളർച്ച കിട്ടിയില്ല, അനീമിയ പോലുള്ള രോഗങ്ങളുണ്ടാകും. ഇതൊക്കെ ഇല്ലാതെ ഏറ്റവും ബുദ്ധിയുള്ള കുട്ടികളായിട്ട് മാറുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ സ്കൂൾ തലങ്ങളിൽ ഒന്നാം ക്ലാസ് ഒരു വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ സമയബന്ധിതമായിട്ട് ഒരു ടൈം ടേബിൾ വെച്ച് കുട്ടികൾക്ക് വിരഗുളിക നൽകുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളെയും ഇതിലേക്ക് കൊണ്ടുവരികയും നമുക്ക് ഒറ്റയടിക്ക് തന്നെ ഇതിൽ നിന്ന് ഒരു മോചനം ലഭിക്കുന്നതിന് നമുക്ക് സാധിക്കും. ഉപ്പതറ സർക്കാർ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KJ ജെയിംസ്, സ്കൂൾ ഹെഡ്മാസ്റ്റർ സിസ്റ്റർ ലിബിയ, ഹെൽത്ത് ഇൻസ്പെക്ടർ റോയിമോൻ തോമസ്, AN പാത്തുമ്മ, ജിമ്മി തോമസ് എന്നിവർ സംസാരിച്ചു. ദേശീയ വിരവിമുക്ത ദിനാചരണ പരിപാടികൾ കട്ടപ്പന താലൂക്ക് ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ, നിർമ്മൽ ജ്യോതി സ്കൂൾ എന്നിവിടങ്ങളിലാണ് കട്ടപ്പന താലൂക്ക് ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ വിരവിമുക്ത ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് വിരമരുന്ന് കൊടുക്കുന്നത്. ഇന്ന് ഈ ദിവസത്തിന് പ്രത്യേകത എന്താണെന്നറിയോ? ഇന്ന് ലോകമെമ്പാടുമുള്ള നമ്മൾ പണ്ട് പച്ചപ്പൊടിയോ വയസ്സ് കുഞ്ഞുങ്ങളായിട്ടുള്ള പരിപാടി കൊടുത്ത് 2 തൊഴിൽ വരുന്നത് എന്നും പറഞ്ഞതുപോലെ ലോകം മുഴുവനുമുള്ള കുട്ടികൾക്ക് ഈ സമയത്ത് നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചോ? ചോറുണ്ടോ? ചോറിന് വയറൊക്കെ നിറഞ്ഞോ? ചോറുണ്ട്, വയറൊക്കെ നിറഞ്ഞിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വിരഗുളിക തരികയാണ്. അത് ഗവൺമെന്റ് ഫ്രീ ആയിട്ട് തരുന്നതാണ്. അവർ കൗൺസിലർ ധന്യ അനിൽ, ബീന ജോബി, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആൽബർട്ട്, സിസ്റ്റർ ലൈസ, ശാരദാദേവി, ജയച്ചിമാരായ വിധു എ സോമൻ, P രാജൻ, ജോൺ ജെയിംസ് എന്നിവർ പങ്കെടുത്തു. കട്ടപ്പന ഗവൺമെന്റ് ITIയിൽ ഫെബ്രുവരി 12 പ്രധാനമന്ത്രി അഖിലേന്ത്യാ അപ്രന്റീസ്ഷിപ്പ് മേള നടക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന്റെയും കേരള സംസ്ഥാന വ്യാവസായിക പരിശീലന വകുപ്പിന്റെയും ആഭിമുഖ്യത്തിലാണ് അപ്രന്റീസ്ഷിപ്പ് മേള സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന്റെയും കേരള വ്യാവസായിക പരിശീലന വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന അപ്രന്റീസ്ഷിപ്പ് മേള അടുത്ത തിങ്കളാഴ്ച 12-ാം തീയതി കട്ടപ്പന ഗവൺമെന്റ് ഐടിയിൽ നടക്കുന്നു. ഈ മേളയുടെ ഉദ്ദേശ ലക്ഷ്യം തന്നെ ITI പഠിച്ച് പാസ്സായി വന്നിട്ടുള്ള ട്രെയിനികൾക്ക് അപ്രന്റീസ്ഷിപ്പ് പ്രോത്സാഹിപ്പിക്കുക, അതുവഴി അവർ സ്കിൽഡ് ലേബേഴ്സായിട്ട് ഉയരുക എന്നുള്ള ലക്ഷ്യമാണ് ഉള്ളത്. ഇന്ത്യ രാജ്യത്തൊട്ടാകെ ഇങ്ങനെ മേളകൾ നടക്കുന്നുണ്ട്. എല്ലാ സ്റ്റേറ്റുകളിലും എല്ലാ മാസങ്ങളിലും അപ്രന്റീസ്ഷിപ്പ് മേള നടക്കുന്നു. ഇവിടെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 3 മാസം കൂടുമ്പോഴാണ് മേള സംഘടിപ്പിച്ചു വരുന്നത്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ വ്യവസായ സ്ഥാപനങ്ങളും മറ്റ് അപ്രന്റീസ്ഷിപ്പിന് പറ്റിയ സ്ഥാപനങ്ങളെല്ലാം തന്നെ കുറവുകളാണ്, പരിമിതികളുണ്ട്. എങ്കിൽ കൂടിയും ഞങ്ങൾ സർവേ നടത്തി വിവിധ ട്രേഡുകളിൽ, വിവിധ സ്ഥാപനങ്ങളിൽ വാക്കൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ 100-ലധികം വാക്കൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും അല്ലാത്തതുമായ വിവിധ ഗവൺമെന്റ്, പബ്ലിക് ലിമിറ്റ്, പ്രൈവറ്റ് ലിമിറ്റ് സ്ഥാപനങ്ങളിലേക്ക് ITI വിജയിച്ച ഉദ്യോഗാർത്ഥികളെ മേളയിൽ തിരഞ്ഞെടുക്കും.
മേളയുടെ ഉദ്ഘാടന യോഗത്തിൽ വാർഡ് കൗൺസിലർ ഷാജി കൂത്തോടി അധ്യക്ഷനായിരിക്കും. വാർത്താസമ്മേളനത്തിൽ പീറ്റർ സ്റ്റാലിൻ, ബിനു PI, KS പ്രസാദ്, ചന്ദ്രൻ PC, ബിജേഷ് ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. വിനോദസഞ്ചാരികളടക്കം കടന്നുവരുന്ന വാഗമൺ പുള്ളിക്കാനം കാഞ്ഞാർ റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്ന് ഗതാഗതം ദുഷ്കരമായി. വലിയ ഗർത്തങ്ങളിൽ ചാടി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണ്. വാഗമൺ പുള്ളിക്കാനം കാഞ്ഞാർ റോഡ് വിനോദസഞ്ചാരികളുടെ പ്രധാന യാത്രാമാർഗമാണ്. നിരവധി യാത്രികരാണ് ദിനംപ്രതി ഇതുവഴി കടന്നുവരുന്നത്. വാഗമൺ നിവാസികളടക്കം തൊടുപുഴ, എറണാകുളം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകാനും പ്രധാനമായി ആശ്രയിക്കുന്നത് ഈ പാത തന്നെ. KSRTC ബസ്സുകളും ഇതുവഴിയാണ് സർവീസ് നടത്തുന്നത്. ഈ റോഡിന്റെ വിവിധ ഭാഗങ്ങളാണ് തകർന്ന ഗതാഗതം ദുഷ്കരമായിരിക്കുന്നത്. ഇത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽപ്പെടുത്തിയതാണോ സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതിയിൽപ്പെടുത്തിയതാണോ എന്നുള്ള കൃത്യമായ ബോധ്യം ഇതുമായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൃത്യമായ വീക്ഷണമുള്ളതാണ്. എന്നിട്ടും അവർ ഈ വിഷയത്തിൽ കാണിക്കുന്ന ഒരു അലംഭാവം അതിലെ യാത്ര ചെയ്യുന്ന സഞ്ചാരികളോടും വാഹന യാത്രക്കാരോടും ടൂറിസ്റ്റുകളോടുമുള്ള വലിയ ഒരു വെല്ലുവിളിയാണ് എന്ന് കരുതുവാൻ വളരെ സാധ്യതയുണ്ട്. കാരണം വീതി കുറഞ്ഞ റോഡായിട്ട് ഹിൽസ് റോഡിൻ്റെ ഭാഗമായതുകൊണ്ട് അതിൻ്റെ റോഡിന് പരമാവധി വീതിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ പോലും അതിൻ്റെ എഡ്ജുകളെല്ലാം പൊളിഞ്ഞ് മറ്റൊരു വാഹനം വന്നാൽ അതിന് സൈഡ് കൊടുക്കുവാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കിലോമീറ്ററുകളോളം പുറകോട്ടോ മുന്നോട്ടോ എടുക്കേണ്ട ഒരു സാഹചര്യം വാഹനങ്ങൾക്കുണ്ട്. മാത്രമല്ല, കാഴ്ച കാണാൻ ഇറങ്ങുന്ന വിനോദസഞ്ചാരികൾ ആരെങ്കിലും വാഹനത്തിൽ വന്ന് അവിടെ ഒന്ന് ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ അവരെ അവിടെ നിന്നും അടുത്ത വാഹനക്കാർ കർക്കശ മനോഭാവത്തോടെ മാറ്റി നിർത്തിയിട്ട് വേണമല്ലേ കടന്നു പോകേണ്ടതെന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ പാതയിലുടനീളം വലിയ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നതും ഇവയിൽ ചാടി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണ്. രാത്രിയിൽ കടന്നുവരുന്ന വാഹനയാത്രികരാണ് കൂടുതലും ദുരിതം അനുഭവിക്കുന്നത്. നിരവധി വളവുകളും കുത്തിറക്കവുമുള്ള പാതയിൽ റോഡ് തകർന്നു കിടക്കുന്നത് ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഒപ്പം പാതയുടെ ഇരുഭാഗങ്ങളും കാടുപടലങ്ങൾ കൈയടക്കിയിരിക്കുകയാണ്. കാഴ്ച മറയ്ക്കുന്ന തരത്തിൽ കാടുപടലങ്ങൾ വളർന്നു നിൽക്കുന്നത് അപകട സാധ്യതയും വർദ്ധിപ്പിക്കും. ഒപ്പം പാതയിൽ പതിപ്പിച്ചിരിക്കുന്ന ടൈലുകളും ഇളകിക്കഴിഞ്ഞു. അന്യ സംസ്ഥാനത്തു നിന്നും ജില്ലകളിൽ നിന്നും എത്തുന്നവർ വളരെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ തകർന്നു കിടന്ന ഗ്രാമീണ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കി. മാട്ടുകെട്ട, മിൽമാപ്പടി, മടത്തിനാത്തുപടി, LP സ്കൂൾ, മുസ്ലിം പള്ളി റോഡുകളാണ് യാത്രായോഗ്യമാക്കിയത്. 2023-24 സാമ്പത്തിക വർഷം ഈ റോഡുകൾക്ക് പഞ്ചായത്ത് 4 ലക്ഷം രൂപ വീതമാണ് അനുവദിച്ചത്. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ 2, 3 വാർഡുകളിലെ റോഡുകളായ മാട്ടുകെട്ട, മിൽമ, മടത്തിനാത്തുപടി, മാട്ടുകെട്ട, LP സ്കൂൾ, മുസ്ലിം പള്ളി റോഡുകളാണ് യാത്രായോഗ്യമാക്കിയത്. നാളുകളായി ഈ പാത യാത്രായോഗ്യമല്ലാതെ കിടക്കുകയായിരുന്നു. ഇതേ തുടർന്ന് കഴിഞ്ഞ ബജറ്റിൽ റോഡുകളുടെ അറ്റകുറ്റപ്പണിക്ക് 4 ലക്ഷം രൂപ വീതം ഭരണസമിതി ഉൾപ്പെടുത്തി. ജനങ്ങളുടെ ഏറ്റവും പരാതി ഉയർന്നിരുന്ന ഒരു റോഡായിരുന്നു മാട്ടുകെട്ട മിൽമ സൊസൈറ്റിയുടെ അവിടുന്ന് പട്ടോടിപ്പടിയിലേക്ക് പോകുന്ന റോഡ്. അത് ജനങ്ങളുടെ ഏറ്റവും അത്യാവശ്യമായ കാര്യമായി പരിഗണിച്ചുകൊണ്ട് പഞ്ചായത്ത് അതിൻ്റെ ടാറിംഗ് ജോലികൾ ഇന്ന് പൂർത്തീകരിക്കുകയാണ്. അതുപോലെ തന്നെ മാട്ടുകെട്ട മുസ്ലിം പള്ളിയുടെ അവിടെ നിന്നും നമ്മുടെ മാട്ടുകെട്ട LP സ്കൂളിൻ്റെ അതുവഴി വരുന്ന ആ റോഡും വളരെ മോശമായ രീതിയിലായിരുന്നു. പഞ്ചായത്തിൻ്റെ ജനങ്ങളുടെ ഏറ്റവും അത്യാവശ്യമായ കാര്യം പരിഗണിച്ചുകൊണ്ട് തന്നെ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് ഈ 2 റോഡുകളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതായത് അതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കുകയാണ്. റോഡിന്റെ അറ്റകുറ്റപ്പണിക്ക് കരാർ നൽകിയെങ്കിലും യഥാസമയം നിർമ്മാണ ജോലികൾ ഏറ്റെടുക്കാൻ കരാറുകാർ തയ്യാറാകാതെ വന്നതാണ് നിർമ്മാണ പ്രവർത്തനത്തിന് കാലതാമസം നേരിട്ടത്. റോഡിന്റെ ബാക്കിയുള്ള ഭാഗം കൂടി സഞ്ചാരയോഗ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ഇടുക്കി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെയും ഉടുമ്പൻചോല താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ കട്ടപ്പന കോടതി സമുച്ചയത്തിൽ വെച്ച വിദ്യാർത്ഥികൾക്കായി സംവാദം നടന്നു. ജില്ലാ ജഡ്ജിയും ഉടുമ്പൻചോല TLSC ചെയർമാനുമായ D. സുധീർ ഡേവിഡ് ഉദ്ഘാടനം ചെയ്തു. കോടതി നടപടികളെക്കുറിച്ചും കുട്ടികൾ നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചും കട്ടപ്പന അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ റമീസ് ജബ്ബാർ ക്ലാസ് നയിച്ചു. അഭിഭാഷകയായ മഞ്ജിമയോടൊപ്പം വിദ്യാർത്ഥികൾ കട്ടപ്പന കോടതി സമുച്ചയത്തിലെ വിവിധ കോടതികളുടെ നടപടിക്രമങ്ങൾ വീക്ഷിച്ചു. ഇടുക്കി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും ഉടുമ്പൻചോല താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ സംവാദ കട്ടപ്പന കോർട്ട് കോംപ്ലക്സിൽ നടത്തപ്പെട്ടു. 8 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് കോടതികളെക്കുറിച്ചും കോടതികളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നേരിട്ട് അറിയുവാനും കാണുവാനുമുള്ള ഒരു അവസരമാണ് ഇതിലൂടെ സംജാതമായിരിക്കുന്നത്. കൂട്ടാർ NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ +1, +2 ക്ലാസ്സുകളിലെ കുട്ടികളാണ് ഇന്നിവിടെ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇവരുടെ പല സെക്ഷനുകളായി നടന്ന പ്രോഗ്രാമിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള ആൾക്കാർ ക്ലാസ്സുകൾ നയിക്കുകയും തുടർന്ന്
കട്ടപ്പനയിലെ ജുഡീഷ്യൽ ഓഫീസർമാരുമായി കുട്ടികൾക്ക് സംവദിക്കാനുള്ളൊരു അവസരം ഉണ്ടാകുകയും ആ സംവാദത്തിൽ അവരുടെ ചോദ്യങ്ങൾക്ക് ജുഡീഷ്യൽ ഓഫീസർമാർ മറുപടി നൽകുകയുമാണ് ഈ പ്രോഗ്രാമിലൂടെ ചെയ്യുന്നത്. ഇടുക്കി DLSA സെക്രട്ടറിയും സബ് ജഡ്ജുമായ ഷാനവാസ് A ആമുഖ പ്രഭാഷണം നടത്തി. തുടർന്ന് ലൈറ്റ് സ്കിൽ എന്ന വിഷയം സംബന്ധിച്ച സെക്ഷൻ കുമളി സ്കൂൾ കൗൺസിലർ നീനു വി കുര്യൻ ക്ലാസ് നയിച്ചു. കട്ടപ്പന പോക്സോ കോടതി സ്പെഷ്യൽ ജഡ്ജ് മഞ്ജു S, കട്ടപ്പന സബ് ജഡ്ജ് വരുൺ KS, ഇടുക്കി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ ഷാനവാസ് A, കട്ടപ്പന മുൻസിഫ് ഫെലിക്സ് ജോൺ, കട്ടപ്പന മജിസ്ട്രേറ്റ് അർച്ചന ജോൺ ബ്രിട്ടോ എന്നിവർ കുട്ടികളുമായി സംവദിക്കുകയും കോടതി നടപടികളെ സംബന്ധിച്ച് ചർച്ച നടത്തുകയും ചെയ്തു. പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് ബാഡ്ജ് വിതരണം ചെയ്തു. പരിപാടിയിൽ കൂട്ടാർ NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ 30ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. സർവീസിൽ നിന്നും വിരമിക്കുന്ന ഇരട്ടിയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ലഫ്റ്റനന്റ് ഡോക്ടർ റെജി ജോസഫ്, അധ്യാപിക സൂസമ്മ ജോസഫ് എന്നിവരുടെ യാത്രയപ്പിന്റെ ഭാഗമായി സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ വിരമിക്കുന്ന അധ്യാപകർക്ക് ഉപഹാരം നൽകി. സുദീർഘമായ അധ്യാപന സേവനത്തിൽ നിന്നും വിരമിക്കുന്ന ഇരട്ടിയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ ലഫ്റ്റനന്റ് ഡോക്ടർ റിജി ജോസഫിന്റെയും അധ്യാപിക സൂസമ്മ ജോസഫിന്റെയും കുടുംബാംഗങ്ങളും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും സൗഹൃദ സംഗമത്തിൽ പങ്കെടുത്തു. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് സ്കൂളിന്റെ വികസനത്തിന് വേണ്ടി ഒരേ മനസ്സോടെ പ്രവർത്തിച്ച 2 നല്ല അധ്യാപകരാണ് നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് പടിയിറങ്ങുന്നതെന്ന് നമുക്കറിയാം. നമ്മുടെ യാത്രയുടെ സമ്മേളനത്തിൽ അവർ ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. എത്ര അവരെ അഭിനന്ദിച്ചാലും അവരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ എത്ര വിലയിരുത്തിയാലും നമുക്ക് മതിയാവില്ല. അത്രത്തോളം ഈ സ്കൂളിന് വേണ്ടി, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, ഈ വിദ്യാലയത്തിൽ പഠിച്ച കുട്ടികൾക്ക് വേണ്ടി ഒരേ മനസ്സോടെ ആത്മാർത്ഥമായി സേവനം അനുഷ്ഠിച്ച 2 അധ്യാപകരാണ്. നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ തട്ടി തന്നെ പറയാം. വെറും വാക്കുകളല്ല, പ്രവർത്തനത്തിലൂടെ മാതൃകാപരമായി പ്രവർത്തിച്ചവരും മാതൃകാപരമായി ജീവിതം കാഴ്ചവെച്ച 2 അധ്യാപകരാണ്. ഇന്ന് ഈ വിദ്യാലയത്തിൽ നിന്ന് ഇറങ്ങിയാലും ഇവരുടെ സേവനം നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ്, നമ്മൾക്ക് ആവശ്യമാണ് ഈ അധ്യാപകരെ. ഇടുക്കി രൂപത വികാരി ജനറാളും സ്കൂൾ മാനേജറുമായ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ വിരമിക്കുന്ന അധ്യാപകർക്ക് PTIയുടെ ഉപഹാരം നൽകി. ആദരിക്കുന്നതോടൊപ്പം ഓർമ്മകൾ പങ്കുവയ്ക്കുകയും കൂടിയാണ്. ഒരുപാട് കാലഘട്ടത്തിൻ്റെ ഓർമ്മകൾ പേറുന്ന 2 വ്യക്തിത്വങ്ങളാണ്. ഓർമ്മകളുടെ പ്രതീകങ്ങളുണ്ട്. ഏറ്റവും മനോഹരമായ ആവിഷ്കാരം കൂടിയാണത്. ഇത്രയും കാലം നൽകിയ സേവനങ്ങളെ നന്ദിയോടെ അനുസ്മരിക്കുന്നു. ജീവിതത്തിലെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്നുള്ളത്. അനേക വർഷങ്ങൾ പ്രത്യേക ജീവിത ശൈലിയിലായിരുന്ന അധ്യാപകർ ഈ അധ്യാപനം ആരംഭിക്കുന്നതിലൂടെ വ്യത്യസ്തമായ ജീവിത ശൈലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനുള്ള മാനസികമായ ഒരുക്കം കൂടിയാണ് ഈ റിട്ടയർമെന്റിനോടനുബന്ധിച്ചുള്ള മീറ്റിങ്ങുകളും വിരുന്ന് സൽക്കാരങ്ങളെന്ന് കരുതുകയാണ്. തുടർന്ന് ഇരുവരും മറുപടി പ്രസംഗം നടത്തി. സഹപ്രവർത്തകർ ചേർന്ന് മംഗളഗാനം ആലപിച്ചു. ഫാദർ ജെയിംസ് പാലക്കാമറ്റം, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിബിച്ചൻ കാരക്കാട്ട്, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസുകുട്ടി കണ്ണമുണ്ടയിൽ, സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോർജ് കുട്ടി MV, അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജിതിൻ പാറക്കൽ, ഫാദർ അമൽ ഞാവള്ളിക്കുന്നേൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജിൻസൺ വർക്കി, റെജി ഇലിപ്പുലിക്കാട്ട്, PTA പ്രസിഡന്റ് ബിജു അറക്കൽ, ബിജു അഗസ്റ്റിൻ, സിസ്റ്റർ സെലിൻ സെബാസ്റ്റ്യൻ, സെലിനാമ്മ EK തുടങ്ങിയവർ സംസാരിച്ചു. ദീർഘകാലത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം കട്ടപ്പന വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിക്കുന്ന KC ജോർജ് കോയിക്കലിനും ഹൈസ്കൂൾ അധ്യാപിക മേഴ്സിക്കുട്ടി PIക്കും യാത്രയപ്പ് നൽകി. യാത്രയപ്പ് സമ്മേളനം ഇടുക്കി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ഫാദർ ജോസ് കരിവേലിക്കൽ ഉദ്ഘാടനം ചെയ്തു. ടീച്ചർ എൻ്റെ ഒരു സഹപാഠിയാണെന്ന് കഴിഞ്ഞ മീറ്റിങ്ങിൽ ഞാൻ പരസ്യമായി പ്രഖ്യാപിച്ചായിരുന്നു. കാരണം മാന്നാനം സെൻറ്റ് ജോസഫ്സ് കോളേജിൽ BEd പഠിക്കുവാനായിട്ട് ഞാൻ ചെന്നപ്പോൾ അവിടെ എൻ്റെ ക്ലാസ്സിൽ തന്നെ ഇരുന്ന് പഠിച്ച ടീച്ചറാണ് മേഴ്സിക്കുട്ടി ടീച്ചർ. പിന്നീട് ടീച്ചറിനെ കണ്ടുമുട്ടിയത് ടീച്ചർ അധ്യാപക ജോലിക്കായിട്ട് ഇൻ്റർവ്യൂവിന് കോതമംഗലം സെൻറ്റ് ജോർജ് സ്കൂൾ ഗവൺമെൻറ് സ്കൂളിൽ എത്തുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ആ ഇൻ്റർവ്യൂ ബോർഡിൽ ഞാൻ ഉണ്ടായിരുന്നെന്നാണ് ടീച്ചർ അനുസ്മരിക്കുക. പിന്നീട് ടീച്ചറിനെ കണ്ടുമുട്ടുക,
ഇടുക്കി കോർപ്പറേറ്റ് മാനേജറായിട്ട് നിയമിതനാകുമ്പോൾ ഇവിടുത്തെ ഒരു ടീച്ചർ നല്ല രീതിയിൽ ജോലി ചെയ്തിരുന്ന, ശുശ്രൂഷ ചെയ്തിരുന്ന, ശാന്ത സ്വഭാവമുള്ള, ജാടയില്ലാത്ത, കർമ്മനിരതയായ, ആത്മാർത്ഥതയുള്ള, കുട്ടികളെ സ്നേഹിക്കുന്ന ഒരു നല്ല അധ്യാപിക. കെ സിയെ സംബന്ധിച്ചിടത്തോളം വലിയ സംഭവമാണ്. കെ സി തന്നെ ഒരു സംഭവമാണ്. അപ്പോൾ ഈ മീറ്റിങ്ങും ഒരു സംഭവമായി മാറുകയാണ്. കെ സിയെ ഞാൻ പരിചയപ്പെടുക 1987 ഇരട്ടിയാറ്റിൽ അസിസ്റ്റൻ്റ് വികാരിയായിട്ട് എത്തുമ്പോൾ കൊച്ചനായിരിക്കുമ്പോഴാണ്. അന്ന് മിഷൻ ലീഗിൻ്റെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു. പിന്നീട് KCOM പ്രവർത്തിച്ചു. പ്രായത്തിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് സംഘടനകളുടെ പ്രാതിനിധ്യവും പങ്കാളിത്തം വർദ്ധിച്ച് ഇന്ന് വയസ്സനായെന്ന് പറഞ്ഞാൽ KC സംബന്ധിക്കുന്ന ഒന്നുമില്ല. AKCCയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുക. ഗ്ലോബൽ സെക്രട്ടറി എന്ന നിലയിൽ, രൂപത പ്രസിഡന്റ് എന്ന നിലയിൽ KCയുടെ സവിശേഷത മനസ്സിലാക്കുക. ഏത് മേഖലയിൽ ചെന്നാലും തൻ്റെ വ്യക്തിത്വം പ്രകടമാക്കത്തക്ക രീതിയിൽ പ്രവർത്തിക്കാനുള്ള ശേഷി തമ്പുരാൻ നൽകിയിട്ടുണ്ട്. വെള്ളയാങ്കുടി സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ വെച്ചാണ് യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചത്. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയനിലം, മുൻ എംപിമാരായ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്, K. ഫ്രാൻസിസ് ജോർജ്, ഫാദർ തോമസ് നെച്ചിക്കാട്ട, ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ടം, ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോസുകുട്ടി കണ്ണമുണ്ടയിൽ, ലാലച്ചൻ വെള്ളക്കട, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജിൻസൺ വർക്കി, റിജി ഇലിപ്പുലിക്കാട്ട്, ആനന്ദ് സുനിൽകുമാർ, ജോസ് തച്ചാപ്പറമ്പിൽ, ജോസുകുട്ടി അരിപ്പറമ്പിൽ, മത്തച്ചൻ പുരയ്ക്കൽ, ബിൻസി സെബാസ്റ്റ്യൻ, PM തോമസ്, റിജി ഊരാശാല, ഡോക്ടർ രാജു ഫിലിപ്പ്, ഡോക്ടർ അനൂപ് രവി തുടങ്ങിയവർ സംസാരിച്ചു. ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജിജി ജോർജിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. കട്ടപ്പന വാഴവര ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികവും സുവർണ ജൂബിലി ആഘോഷവും സ്മാരക മന്ദിര സമർപ്പണവും ഉത്സവവും ഫെബ്രുവരി 11, 12, 13 തീയതികളിൽ നടക്കുമെന്ന് ക്ഷേത്രം കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സുവർണ ജൂബിലി സ്മാരക മന്ദിര സമർപ്പണ സമ്മേളനം SNDP യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്യും. ഫെബ്രുവരി 11 രാവിലെ 6 മണിക്ക് നട തുറക്കൽ, 6:30 അഷ്ടദ്രവ്യ സമേത മഹാഗണപതി ഹവനം, 7:30 ഗുരുപൂജ, തുടർന്ന് 8:10 ശാഖാ പ്രസിഡന്റ് രജീഷ് TR പതാക ഉയർത്തും. 1 പ്രസാദമൂട്ട, 3 കലവറ നിൽക്കൽ, 4 സുവർണ ജൂബിലി സ്മാരക മന്ദിര സമർപ്പണ സമ്മേളനം SNDP യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. മലനാട് യൂണിയന് കീഴിലുള്ള വാഴവര 1915 നവംബർ SNDP ശാഖാ യോഗത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷം ഈ വരുന്ന 11, 12, 13 തീയതികളിലായി നടത്തപ്പെടുകയാണ്. സുവർണ ജൂബിലിയോട് അനുബന്ധിച്ച് പണികഴിപ്പിക്കപ്പെട്ട സുവർണ ജൂബിലി സ്മാരക മന്ദിര സമർപ്പണവും 11-ാം തീയതി നടത്തപ്പെടുകയാണ്. ഇതോടൊപ്പം തന്നെ ക്ഷേത്രത്തിലെ 9ാമത് പ്രതിഷ്ഠാ വാർഷികവും 11-ാം തീയതി രാവിലെ 8 മണിക്ക് പതാകയോർത്തലോടുകൂടി ആരംഭിക്കുന്നതാണ്. അന്നേ ദിവസം 11-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ബഹുമാനപ്പെട്ട മലനാട് യൂണിയൻ്റെ പ്രസിഡന്റ് ശ്രീ ബിജു മാധവൻ അവറുകൾ സുവർണ ജൂബിലി സ്മാരക മന്ദിരം നാടിന് സമർപ്പിക്കുന്നതാണ്. അതിനെ തുടർന്നുള്ള സാംസ്കാരിക സമ്മേളനത്തിൽ വാഴവരയിലെയും മറ്റും പ്രമുഖ സാംസ്കാരിക നേതാക്കൾ എല്ലാവരും പങ്കെടുക്കുന്നതാണ്. യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്തമൻ അധ്യക്ഷത വഹിക്കും. ക്ഷേത്രം തന്ത്രി സുരേഷ് ശ്രീധരൻ അനുഗ്രഹ പ്രഭാഷണം നടത്തും. യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധു A. സോമൻ മുഖ്യപ്രഭാഷണം നടത്തും. സമാപന ദിവസം ശ്രീനാരായണ കാണിക്ക മണ്ഡപത്തിൽ നിന്ന് താലപ്പൊലി ഘോഷയാത്രയും, 6:30 ദീപാരാധനയും, 7 മണിക്ക് പൂമുടലും, 7:15 കലാസന്ധ്യയും, 7:30 മംഗളപൂജയും നടക്കും. വാർത്താസമ്മേളനത്തിൽ രജീഷ് TR, രഞ്ജിത്ത് കുഴിയാനപ്പള്ളിയിൽ, VV ബിനീഷ്, KR ഷാജി, VV അനീഷ്, TK വിജയൻ എന്നിവർ പങ്കെടുത്തു. കട്ടപ്പന സെന്റ് ജോർജ് ഫെറോന ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. ഫെറോന വികാരി ഫാദർ ജോസ് മാത്യു പാറപ്പള്ളിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ഇടവകയുടെ വിവിധ വാർഡുകളിൽ നിന്നുള്ള കഴുന്നു പ്രദക്ഷിണം ദേവാലയത്തിൽ എത്തിച്ചേർന്ന ശേഷം നടന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് വികാരി ഫാദർ ജോസ് മാത്യു പാറപ്പള്ളി കാർമ്മികത്വം വഹിച്ചു.
രാത്രി 7 മണിക്ക് കാഞ്ഞിരപ്പള്ളി അമലയുടെ നാടകവും അരങ്ങേറി. 11-ാം തീയതി വരെയാണ് തിരുനാൾ ആഘോഷങ്ങൾ നടക്കുന്നത്. 9-ാം തീയതി വെള്ളിയാഴ്ച സകല മരിച്ചവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥന നടക്കും. രാവിലെ 6:30 വിശുദ്ധ കുർബാന, ഉച്ചകഴിഞ്ഞ് 4:30 ആഘോഷമായ റാസ കുർബാനയ്ക്ക് സ്വരാജ് ഇടവക വികാരി ഫാദർ കുര്യാക്കോസ് മൂഞ്ഞേലി കാർമ്മികത്വം വഹിക്കും. തുടർന്ന് സെമിത്തേരി സന്ദർശനവും പ്രാർത്ഥനയും നടക്കും. 10-ാം തീയതി രാവിലെയുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ആൽബിൻ വടക്കേപ്പിടിക കാർമ്മികത്വം വഹിക്കും. 4 മണിക്ക് ജപമാല, 4:30 ആഘോഷമായ വിശുദ്ധ കുർബാന എന്നിവ നടക്കും. വൈകുന്നേരം 6:30 ആഘോഷമായ ടൗൺ പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. 8 മണിക്ക് ടൗൺ കപ്പളിയിൽ നടക്കുന്ന ലിതുഞ്ഞിനു ശേഷം സന്യാസിയോട ഇടവക വികാരി ഫാദർ ജിൻസ്തു കിഴക്കേൽ തിരുനാൾ സന്ദേശം നൽകും. രാത്രി 8 മണിക്ക് ആകാശവിസ്മയം നടക്കും. സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ നോബി വെള്ളാപ്പള്ളി കാർമ്മികത്വം വഹിക്കും. 9 മണിക്ക് നടക്കുന്ന ആഘോഷമായ കുർബാനയ്ക്ക് കട്ടപ്പന ഒസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ മനു കിളികുത്തിപ്പാറ കാർമ്മികത്വം വഹിക്കും. 4:30 നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് മയിലാടി ബെനഡിക്റ്റൻ ആശ്രമത്തിലെ ഫാദർ ജെയിംസ് പന്നാങ്കുഴിയിൽ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് പ്രദക്ഷിണത്തിനും ലതീഞ്ഞിനും സമാപന ആശീർവാദത്തിനും വാദ്യമേളങ്ങൾക്കും ശേഷം കൊടിയിറങ്ങും. തുടർന്ന് ആകാശവിസ്മയവും കലാസന്ധ്യയും നടക്കും. നേട്ടത്തിന്റെ നെറുകയിൽ കുന്നത്തടി പാറത്തോട് സെന്റ് ജോർജ് ഹൈസ്കൂൾ. കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിന്റെ കീഴിൽ 2023-24 പ്രവർത്തന വർഷത്തെ ഏറ്റവും മികച്ച NCC യൂണിറ്റിനുള്ള അവാർഡ് പാറത്തോട് സെന്റ് ജോർജ് ഹൈസ്കൂൾ സ്വന്തമാക്കി. കൂടാതെ ഇടുക്കി ജില്ലയിൽ ഇത്തരമൊരു അവാർഡ് കരസ്ഥമാക്കിയ ആദ്യത്തെ സ്കൂൾ എന്ന ബഹുമതിയും സെന്റ് ജോർജ് സ്കൂളിന് ലഭിച്ചു. ഇന്ത്യൻ സായുധ സേനയുടെ വിദ്യാർത്ഥി വിഭാഗമാണ് NCC. ഏഷ്യയിലെ ഏറ്റവും വലിയ യൂണിഫോം സംഘടനയും ഇതുതന്നെ. നെടുങ്കണ്ടം ആസ്ഥാനമാക്കിയുള്ള 33 കേരള ബറ്റാലിയൻ NCCയുടെ കീഴിൽ 2016 മുതലാണ് പാറത്തോട് സെന്റ് ജോർജ് ഹൈസ്കൂളിൽ യൂണിറ്റ് ആരംഭിച്ചത്. ഈ വർഷത്തെ ഏറ്റവും മികച്ച NCC യൂണിറ്റിനുള്ള അവാർഡ് കിട്ടിയതിൽ അഭിമാനവും സന്തോഷവുമുണ്ടെന്ന് NCC കേഡറ്റുകൾ പറയുന്നു. പാറത്തോട് സെന്റ് ജോർജ് ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം തന്നെയാണ് ഇന്ന് ലഭിച്ചിരിക്കുന്നത്. ഞങ്ങളെ NCC കേഡറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരവും സന്തോഷകരമായ നിമിഷമാണിത്. ഇതിന് ഞങ്ങളെ ഏറ്റവും കൂടുതൽ പരിശീലിപ്പിച്ചത് ഞങ്ങളുടെ ANO സെലിൻ ടീച്ചറും ഞങ്ങളുടെ ഇൻസ്ട്രക്ടേഴ്സുമാണ്. എല്ലാവർക്കും നന്ദി. ഇതിനു മുൻപും നിരവധി പുരസ്കാരങ്ങൾ പാറത്തോട് സ്കൂളിലെ NCC യൂണിറ്റ് കരസ്ഥമാക്കിയിട്ടുണ്ട്. കോട്ടയം ഗ്രൂപ്പിന്റെ കീഴിൽ മികച്ച NCC യൂണിറ്റ്, മികച്ച ANOയ്ക്കുള്ള അവാർഡ് എന്നിവ ഇവയിൽ പ്രധാനമാണ്. കേരളത്തിലെ 35 ബറ്റാലിയനിൽ നിന്നുള്ള 1000-ഓളം വരുന്ന ഹൈസ്കൂളുകളുമായി മത്സരിച്ചാണ് ഈ ബഹുമതി സ്കൂൾ കരസ്ഥമാക്കിയത്. സ്കൂളിലെ NCC കേഡറ്റുകൾ നടത്തുന്ന ചിട്ടയായ പരിശീലനം, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, കേഡറ്റുകൾക്ക് ലഭിച്ച CWS സ്കോളർഷിപ്പ്, വിവിധ മേഖലകളിൽ കേഡറ്റുകൾ പങ്കെടുത്ത നാഷണൽ ക്യാമ്പുകളെല്ലാം നേട്ടത്തിന് കാരണമായി. പാറത്തോട് സെൻറ് ജോർജ് ഹൈസ്കൂളിനെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ നിമിഷമാണിത്. ഈ വർഷത്തെ NCC യൂണിറ്റുകളുടെ സംസ്ഥാന തലത്തിലുള്ള ഏറ്റവും നല്ല പെർഫോമൻസുള്ള അവാർഡ് പാറത്തോട് സെൻറ് ജോർജ് ഹൈസ്കൂൾ നേടിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ 1000-ലധികം സ്കൂളുകളിൽ NCCയുടെ പ്രവർത്തനം നടക്കുന്നതിൽ നിന്നാണ് 1ാം സ്ഥാനത്തേക്ക് സ്കൂൾ എത്തുന്നത്. അതുപോലെ ഇടുക്കി ജില്ലയിൽ ആദ്യമായിട്ടാണ് പ്രകാരം ഒരു സ്കൂളിന് അവാർഡ് ലഭിക്കുന്നത് എന്നുള്ളതും സന്തോഷകരമാണ്. 2016 ആരംഭിച്ച ഈ NCC യൂണിറ്റ് വളരെ നല്ല നിലയിലാണ് ഓരോ വർഷം മുമ്പോട്ട് പോകുന്നത്. ആരംഭദശയിൽ ഇതിന് നേതൃത്വം നൽകിയ മധു K. ജെയിംസ് സാറിനെയും ഇപ്പോൾ പരിശീലനം നൽകുന്ന ANO സെലിൻ മൈക്കിൾ ടീച്ചറിനെയും അതുപോലെ തന്നെ ഹെഡ് മാസ്റ്റർ ഷാജി സാറിൻ്റെയും അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും നിർലോഭമായ പ്രോത്സാഹനവും പിന്തുണയും ഇതിൻ്റെ പിന്നിലുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ കഠിനമായ പരിശ്രമവും അവരുടെ സമർപ്പണബോധവും പ്രകാരം ഒരു വലിയ നേട്ടത്തിന് പിന്നിലുണ്ട്. അതുകൊണ്ട് ഈ കുട്ടികളെല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം അഭിനന്ദിക്കുകയാണ്. തിരുവനന്തപുരത്ത് പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിലെ കരിയപ്പ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിൽ നിന്നും സ്കൂൾ അധികൃതർ അവാർഡ് ഏറ്റുവാങ്ങി. 33 കേരള ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ SS ചീമ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ തോമസ് കുട്ടി എന്നിവർ NCC കേഡറ്റുകളുടെ പരിശീലനത്തിന് നേതൃത്വം നൽകുന്നു. സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ, ഹെഡ് മാസ്റ്റർ ഷാജി ജോസഫ്, അസോസിയേറ്റ് NCC ഓഫീസർ സെലിൻ മൈക്കിൾ, അധ്യാപകരായ ജിഷ എബ്രഹാം, വർഗീസ് ആന്റണി, PTA പ്രസിഡന്റ് ഷാജി KM തുടങ്ങിയവർ സ്വീകരണ പരിപാടിക്ക് നേതൃത്വം നൽകി. കട്ടപ്പന നഗരസഭയുടെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. നഗരസഭ അധ്യക്ഷ ബീന ടോമി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഭിന്നശേഷിക്കാർക്ക് സഹായകരമാകുന്ന ഉപകരണങ്ങൾ വാങ്ങുന്ന ഗുണഭോക്താക്കൾ അവ പ്രയോജനപ്പെടുത്തണമെന്ന വിതരണോദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നഗരസഭ അധ്യക്ഷ ബീന ടോമി പറഞ്ഞു. ഉപകരണങ്ങൾ കൊടുക്കുന്നത്
കഴിഞ്ഞ ദിവസവും പല ദിവസങ്ങളും നമുക്കറിയാൻ ഇടയായിട്ടുണ്ട്. പല ഉപകരണങ്ങളും കിട്ടിയതിന് ശേഷം ആവശ്യമില്ലാത്തവർ ഇത് വാങ്ങിക്കുകയും അത് മറ്റുള്ളവർക്ക് മറിച്ച് കൊടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മളുടെ ഇടയിൽ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ളവർ കൊടുക്കുമെന്നല്ല, ഞാൻ ഒരു പാലിയേറ്റീവ് സ്റ്റാഫ് ആയതുകൊണ്ട് പറയുകയാണ്. നമുക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്, അത് വാങ്ങിക്കാൻ പറ്റും. വാങ്ങിച്ച് മറ്റുള്ളവർക്ക് വിൽക്കുകയും അതുപോലെ തന്നെ മുച്ചക്ര വാഹനങ്ങൾ കിട്ടിയിട്ട് അതിൻ്റെ സാധനങ്ങൾ കഷ്ണങ്ങളാക്കി ആക്രിക്കടയിൽ കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമില്ലാതെ നിങ്ങൾക്കിപ്പോൾ ഇത് ആവശ്യമാണ്, ആ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മളിവിടെ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ നിന്ന് തരുമ്പോൾ നമ്മൾ ആവശ്യങ്ങൾ അറിഞ്ഞ് തന്നെ അത് ഉപയോഗിക്കണം. അതിന് നടക്കാൻ പറ്റുന്നവർക്ക് വാക്കർ വെച്ച് നടക്കാനും സ്റ്റിക്ക് കുത്തി നടക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. അതോടൊപ്പം തന്നെ മുച്ചക്ര വാഹനമുണ്ട്. ഈ മുച്ചക്ര വാഹനം എന്ന് പറഞ്ഞാൽ മോട്ടർ ഘടിപ്പിച്ചേക്കുന്നതാണ്. അപ്പം നമുക്ക് ഏത് സാഹചര്യത്തിൽ എവിടെ വേണമെങ്കിലും അത് ഉപയോഗിക്കാൻ പറ്റും. അത് നല്ല രീതിയിൽ ഉപയോഗിക്കണം. കിട്ടിക്കഴിഞ്ഞുകൊണ്ട് മുറിക്കകത്ത് പാത്ത് വയ്ക്കരുത് എന്ന് മാത്രം നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യണം. എന്താണെന്ന് പറഞ്ഞാൽ ഇത് കിട്ടാതെ വേദനിക്കുന്ന അനേകം മക്കൾ ഈ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പം അവർക്ക് വേദനയാണ്. ഇത് നമ്മൾ കൊണ്ട് പാത്ത് വെച്ച് മൂടിയിട്ട് കിടക്കുന്ന കഴിയുമ്പോൾ എന്താ പറഞ്ഞാൽ എനിക്കായിരുന്നെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളത് എപ്പോഴാണെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. ഓട്ടോമാറ്റിക് വീൽ ചെയർ ഉൾപ്പെടെ 5 ലക്ഷത്തോളം രൂപയുടെ സഹായ ഉപകരണങ്ങളാണ് വിവിധ വാർഡുകളിൽ നിന്നുള്ള അർഹരായവർക്ക് വിതരണം ചെയ്തത്. നഗരസഭയിൽ നടന്ന ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐബിമോൾ രാജൻ അധ്യക്ഷയായിരുന്നു. കൗൺസിലർമാരായ തങ്കച്ചൻ പുരയിടം, പ്രശാന്ത് രാജു, സോണിയ ജെബി, മായ ബിജു, ഷജിമോൾ തങ്കച്ചൻ, ICDS സൂപ്പർവൈസർ ബിന്ദു GS, അങ്കണവാടി വർക്കർ അനിത റിജി, ഗുണഭോക്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ടി നസ്രുദ്ദീൻ, മാരിയിൽ കൃഷ്ണൻ നായർ, EM ബേബി എന്നിവരുടെ അനുസ്മരണം 10-ാം തീയതി കട്ടപ്പന നഗരസഭാ ഹാളിൽ നടക്കുമെന്ന് നേതൃത്വം അറിയിച്ചു. കട്ടപ്പന വുമൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നഗരസഭ, മൾട്ടി കമ്മ്യൂണിറ്റി എക്സ്ചേഞ്ച്, ഹരിത കേന്ദ്രം എന്നിവയുമായി സഹകരിച്ച് വിവിധ കൃഷി പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 12-ാം തീയതി രാവിലെ 10 മണി മുതൽ പരിശീലന പരിപാടി നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. രാജകുമാരിയിലെ തിരുനാൾ സ്ഥലത്ത് കൊച്ചു ചായക്കട നടത്തുന്ന തിരക്കിലാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. രാജകുമാരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികളാണ് സ്റ്റാൾ നടത്തുന്നത്. രാജകുമാരി ഗലീലാക്കുന്ന് ദേവാലയ തിരുനാളിനോടനുബന്ധിച്ചാണ് NSS വിദ്യാർത്ഥികൾ സ്റ്റാൾ ഒരുക്കിയത്. പഴംപൊരിയും ബജിയും അടക്കമുള്ള പലഹാരങ്ങൾ സ്വന്തം കൈപുണ്യത്തിൽ ഒരുക്കിയാണ് വിദ്യാർത്ഥികൾ ആവശ്യക്കാർക്ക് വിളമ്പുന്നത്. ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പേരിലാണ് കുട്ടികൾ സ്റ്റാൾ ഒരുക്കിയത്. ഞങ്ങൾ NSS നാഷണൽ സർവീസ് സ്കീമിന്റെ ഭാഗമായി കടുകാസിറ്റി ഗലീലാക്കുന്ന് പള്ളിയുടെ അടുത്ത് ഞങ്ങളൊരു സ്റ്റാൾ ഇട്ടിട്ടുണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ തന്നെയുള്ള ഒരു ചേച്ചിയുടെ കുടുംബത്തെയും സാമ്പത്തികമായി സഹായിക്കുക എന്ന ലക്ഷ്യമാണ് ഞങ്ങൾക്കുള്ളത്. അത് ഇവിടെ നിന്ന് കിട്ടുന്ന ലാഭത്തുകയും കൊണ്ട് നടക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കച്ചവടത്തിലൂടെ ലഭിക്കുന്ന ലാഭം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കാൻ ഉപയോഗിക്കാനാണ് ഇവരുടെ തീരുമാനം. വിദ്യാർത്ഥി കൂട്ടായ്മയുടെ സംരംഭത്തിന് നാട്ടുകാരുടെ വൻ പിന്തുണയുമുണ്ട്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം.
കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. നെടുങ്കണ്ടം ഹെഡർ സിസ്റ്റംസ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 201, വിൽപ്പനയ്ക്ക് വന്നത് 55,291, വിൽപ്പന നടന്നത് 49,925. കൂടിയ വില 1918, ശരാശരി വില 1520. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 530 രൂപ, ഏലം കൂടിയ വില 1500, ഏലം ശരാശരി വില 1250. കാപ്പിപ്പരിപ്പ് 260, ഗ്രാമ്പു 950, കൊക്കോ 60, റബ്ബർ 150. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 5800 രൂപ, വെള്ളി 74. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഡൽഹി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കട്ടപ്പനയിൽ നടന്ന ബഹുജന സദസ്സ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ കോൺഗ്രസ് BJPയുമായി വോട്ട് കച്ചവടത്തിന് വേണ്ടിയാണ് LDF സർക്കാരിനെ എതിർക്കുന്നതെന്ന് KK ജയചന്ദ്രൻ. കേരളത്തിൽ BJPയുടെ B ടീമായാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നതെന്നും ആരോപണം. മൂന്നാർ പെരിയവര എസ്റ്റേറ്റിലെ ചോലമല ഡിവിഷനിൽ വൻ തീപിടുത്തം. എസ്റ്റേറ്റിലെ 10 മുറിലയത്തിലെ 7 വീടുകൾ പൂർണ്ണമായും, ഒരു വീട് ഭാഗികമായും കത്തി നശിച്ചു. വീടുകളിൽ നിന്ന് ആളുകൾ ഓടി രക്ഷപ്പെട്ടതിനാൽ ആളപായം ഒഴിവായി. കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി 12ാം വാർഡംഗം ശോഭനാമ ഗോപിനാഥിനെ തിരഞ്ഞെടുത്തു. കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച ശോഭനാമ കൂറുമാറി LDF പക്ഷത്തെത്തിയത് കഴിഞ്ഞയിടെ. വൈസ് പ്രസിഡന്റായി CPIയിലെ സാലി KTM തിരഞ്ഞെടുക്കപ്പെട്ടു. 5 മാസമായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ആവശ്യപ്പെട്ട് വണ്ടിപ്പെരിയാർ കറുപ്പുപാലത്ത് 90 വയസ്സുകാരിയുടെ വഴിതടയൽ സമരം. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു പ്രതിഷേധം. മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ആവശ്യപ്പെട്ട് സമരം ചെയ്തത് കറുപ്പുപാലം സ്വദേശി പൊന്നമ്മ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.